കുറുപ്പേ ഒന്ന് എഴുന്നേക്കണോ? നേരം എടുത്തു, നാളെ വിടണ്ടേ? വേണം വേണം. പാത്തുമ്മ പാത്തുമ്മ, അവൾ എവിടെ പോയി? പഠിക്കണേ, ഈ അലമാരിയിൽ നിന്ന് സ്റ്റീൽ പാത്രം ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? എന്നാ അവൾ അടിച്ചോണ്ട് പോയാ? അതിനാ അവൾ ആ പെട്ടിയായിട്ട് വന്നത്. എന്റെ ഭഗവാനെ, ഇൻസ്പെക്ടർ വേമാൻ വരുമ്പോ ഞാൻ എന്തോ സമാധാനം പറയും. എന്റെ തൊപ്പി തെറിച്ചു പഠിക്കണേ. അനങ്ങിപ്പോരും. നിങ്ങൾ ആരാണ്? എവിടെ നിന്നും വരുന്നു? ഞങ്ങൾ വഴിതെറ്റി വന്നതാണ്. വഴിതെറ്റി വന്നു? അതെ അതെ, ആന. ആനയോ? അതെ, ആന. ഞങ്ങൾ കാർ ഓടിച്ചു വരികയായിരുന്നു. കാടിനടുത്തെത്തിയപ്പോ ഒരു ഒറ്റയാൻ റോഡ് നടുവ് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി കാട്ടിലേക്ക് ഓടി. അവൻ കാറ് കുത്തിപ്പൊക്കി കൊക്കയിലേക്ക് എറിഞ്ഞു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. പ്രാണൻ മാത്രം ബാക്കിയുണ്ട്. നിങ്ങൾക്ക് എവിടെ പോണം? ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള പട്ടണത്തിൽ പോയാൽ മതി. ഏതാ വഴി? വരൂ, പോകാം. വേണ്ട, വഴി പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഏതായാലും നിങ്ങൾ നടന്നലഞ്ഞു വരുന്നതല്ലേ, ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോകാം. അവിടെ നിന്ന് വല്ലതും കഴിച്ചിട്ട് പട്ടണത്തിലേക്ക് പോകാം. അയ്യോ, അതൊന്നും വേണമെന്നില്ല. വെറുതെ എന്തിനു ബുദ്ധിമുട്ടുന്നു? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും ഇങ്ങനെ അപകടം സംഭവിക്കാവുന്നതാണ്. ഒന്നാട്ട് പോവാം. വരൂ, പോവാം. വരണം. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ്. നിങ്ങൾ ഇതിനകത്ത് വിശ്രമിക്കും. ഞങ്ങൾ വിശപ്പിന് എന്തെങ്കിലും കൊണ്ടുവരാം. നല്ല വിശപ്പും ദാഹവും തോന്നുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. വേണ്ടതെല്ലാം ഞങ്ങൾ കൊണ്ടുവരാം. വിശ്രമിക്കൂ. പാടുക. ആപത്തായെന്നാ തോന്നുന്നു. ഇവർ നമുക്ക് വല്ല വിഷവും തരുമോ രാജേട്ടാ? വിഷം തന്നാലും തിരക്കേടില്ല. ഇത് അതിനേക്കാൾ വലിയ ആപത്താണ്. ഇവർ ആരാ രാജേട്ടാ? ഇവിടെയൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായത്? ഗഞ്ചാവ് ചെടികളാണ്. സർക്കാർ അറിയാതെ നിയമവിരുദ്ധമായി കാടിനുള്ളിൽ നടത്തുന്ന കൃഷിയാണിത്. ഇവന്മാർ ഇതിന്റെയൊക്കെ കാവൽക്കാരാണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ട നിലയ്ക്ക് ഇവന്മാർ നമ്മളെ ജീവനോടെ വിടുമെന്ന് തോന്നുന്നു. ഈശ്വരാ, നമ്മളിൽ എന്ത് ചെയ്യും? അവർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. വരൂ. നിൽക്കവിടെ. അങ്ങനെ മിണ്ടാടങ്ങ് പോയാലോ? ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. പോകണമെന്ന് നിർബന്ധമാണ്. നീ വയ്ക്കൂ. ഇവൾ ഇവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്കൊരു അന്തിക്കൂട്ടിനാണ്. എന്താ വിരോധമുണ്ടോ? ഹേയ്, ഒരു വിരോധവുമില്ല. വളരെ സന്തോഷം. ഇതാ, ഇത് കൊണ്ടുപോയി കുടിച്ചോ. വാടി.
ഏയ് സാരമില്ല, വരൂ പോകാം. നമുക്കിത് കിട്ടണം പണിക്കരെ. വഴിയേ പോയ വയ്യാവേലിയായിരുന്നു, നമ്മളത് പലിശ കൊടുത്ത് വാങ്ങിച്ചു. ഓരോ പ്രായത്തിൽ തോന്നണ്ടതേ തോന്നാവൂ, അല്ലാത്ത ഒന്ന് തോന്നി അതിലിതൊക്കെ ശിക്ഷയും കിട്ടി. ദാ വരുന്നു. അത് പാത്തുമ്മയല്ല, ഇൻസ്പെക്ടർ അവന് ഭാര്യ. എന്താ കുറിപ്പേ, ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? ഉത്തരവ്. ഒരു സംശയം. ചെയ്തിരുന്നോ എന്നാണോ? അല്ല, ഏമാൻ ആദ്യമായി ഇവിടെ താമസിക്കാൻ വരുമ്പോ വാങ്ങിച്ച സ്റ്റീൽ പാത്രത്തിന്റെ ബില്ല് ഇരിപ്പുണ്ടോ ഏമാനെ? പാത്രത്തിന്റെ ബില്ലോ? അതെന്തിനാണ്? ബില്ല് പോയെങ്കിൽ അതിന്റെ വില പറഞ്ഞാലും മതിയേ. എന്താ പണിക്കരെ, ആന്റി കറപ്ഷൻകാർ ആരെങ്കിലും വന്നിരുന്നോ? അവരല്ല ഏമാനെ, വേറൊരു കറപ്ഷൻ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ സാധനമായിട്ടോ പണമായിട്ടോ തരാം. ഏമാൻ ഞങ്ങളെ രക്ഷിക്കണം. അയ്യോ, അടുക്കളയിലുണ്ടായിരുന്ന സ്റ്റീൽ പാത്രമൊന്നും കാണുന്നില്ല. കൊച്ചമ്മ ക്ഷമിക്കണം, ഇവിടെ ഒരു രക്ഷി വന്നിരുന്നു. രക്ഷിയോ? ഇവിടെ ഉള്ളപ്പോഴോ? പിന്നെ ഇൻസ്പെക്ടറാണെന്നൊന്നും നോക്കൂല. ഇനി ഇതിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. ഏമനെ നടന്ന് പറയാം. പുറപ്പെട്ടു പോകുന്നവളാണെന്നും പറഞ്ഞു ഒരുത്തി ഇവിടെ വന്നിരുന്നു. ഇവിടെയോ? ഇവിടെ എന്തിനു വന്നു? പറയത്തിരി, പറയണോ കുറുപ്പേ? ബാക്കി പറയണമെങ്കിൽ ഏമാൻ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരണം. ഉറപ്പോ? ഞങ്ങളുടെ പേരിൽ നടപടി എടുക്കില്ല എന്ന് ഉറപ്പ് തരണം. ഏമാൻ ഞങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞാലല്ലാതെ ഞങ്ങൾ ഇവിടുത്തെ എഴുന്നേക്കില്ല. അതിന് നീ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, രണ്ടുപേരും കൂടെ എന്റെ കാൽക്ക് തന്നെ വീണത്. എടോ, ആരെങ്കിലും ഒരാൾ എടീട്ടെ അവിടെ കാൽക്കൽ വീട്. ഇവിടെ വന്നതാണെന്ന് പറയണോ കുറിപ്പേ? ഏമാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാലല്ലാതെ ഞങ്ങൾ ആ രഹസ്യം പറയില്ല. രക്ഷിയാണേലും വന്നു പോയില്ലേ, രക്ഷിച്ചേക്കാം. സംഭവിച്ചെന്താണെന്ന് പറയൂ. ഏമാൻ ക്ഷമിക്കണം, ഈ പ്രായത്തിൽ തോന്നാൻ പാടില്ലാത്ത ഒരു ദുർചിന്ത തോന്നിപ്പോയി. പോലീസിന് പിടികൊടുക്കുന്നതാണ് ഇതിനേക്കാൾ ഭേദമെന്ന് തോന്നുന്നു. പക്ഷേ എന്റെ സഹോദരി ശ്രീദേവി. എന്നിട്ടും എന്റെ കാര്യം ഓർമ്മയില്ല അല്ലേ? ജയലക്ഷ്മി എന്നോടൊന്നിച്ചില്ലേ? പക്ഷേ എന്റെ ശ്രീദേവിക്ക് ആയിരിക്കുന്നു. ശ്രീദേവിയോട് എനിക്ക് അസൂയ തോന്നുന്നു. കാര്യം? ഇത്രയേറെ സ്നേഹനിധിയായ ഒരു സഹോദരനുള്ള സഹോദരി ഭാഗ്യവതിയാണ്. ഇത് അസാധാരണമായ സ്നേഹമാണ്. ശരിയാണ്. കുട്ടിക്കാലം മുതൽ അവളെ ഞാനാണ് വളർത്തിയത്. അവൾക്ക് അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും എല്ലാം ഞാനായിരുന്നു. ഞാൻ റെഡി. ഉപകാരം. ഇതിനെങ്കിലും സമയം കിട്ടിയല്ലോ. ചേട്ടന് വേണ്ടി മറ്റാരെങ്കിലും ആഹാരം കഴിക്കാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താശ്വാസമായിരുന്നു, ഇല്ലേ ചേട്ടാ? അതിനല്ലേ എനിക്ക് എന്റെ കൊച്ചനുജത്തിയുള്ളത്. മതി മതി, എല്ലാം കഴിച്ചാട്ടെ. റൊട്ടി കയ്യിലെടുത്തതേ ഉള്ളൂ, രോഗം കൊണ്ട് എത്തിക്കഴിഞ്ഞു. ഞാൻ വരുന്നെന്ന് പറയും മാധവിയമ്മേ. വേണ്ട മാധവമ്മേ, ആരായാലും കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ. മനുഷ്യന് കാഫ് കുടിക്കാനുള്ള സമയമെങ്കിലും വേണ്ടേ? ഞാൻ വരുന്നെന്ന് പറയും മാധവിയമ്മേ. വേണ്ട മാധവമ്മേ, ഇവിടെ നിൽക്കൂ. ആഹാരം കഴിക്കാൻ കൂടി സമ്മതിക്കില്ല. ഈ ഡോക്ടർ എന്ന് പറയുന്ന ആള് മനുഷ്യൻ തന്നെയാണ്. ഡോക്ടറായിരുന്നോ? ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. ക്ഷമിക്കാൻ മനസ്സില്ലെങ്കിലോ? യാതൊരു കാരണവശാലും ക്ഷമിക്കരുത്. എങ്കിൽ അകത്ത് വന്നിരിക്കൂ. ഡോക്ടർ, ചേട്ടൻ കാപ്പി കുടിക്കുക, ഇപ്പൊ വരും. എനിക്ക് തീർക്കമില്ല. ഹലോ ഡോക്ടർ മോഹൻ, ഗുഡ് മോർണിംഗ്. ഇരിക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇവളെന്താ ഡോക്ടർ മോഹൻ ശാന്തി പിടിക്കായിരുന്നു? ഡോക്ടർമാർക്കും വിശപ്പും ദാഹവും ഉണ്ടെന്ന് പറഞ്ഞു വരികയായിരുന്നു. എന്താ ഇല്ലായിരിക്കും? സമ്മതിച്ചു. നീ പോയി ആദ്യം നിന്റെ വിശപ്പ് മാറ്റിയിട്ട് വാ. അല്ല, ഇതെന്താ കയ്യില്? സോറി. വിശേഷിച്ചെന്തെങ്കിലും? ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെയും കൊണ്ട് അവന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞയച്ചതാണ്. ഐ സി. കുട്ടിയെ രക്ഷിക്കാൻ ഇനി ഡോക്ടർക്ക് മാത്രമേ കഴിയൂ എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. മൈ ഗോഡ്, ഈശ്വരന്റെ കാര്യം ഒരു മറന്നു. ഇസ് ദ കേസ് സോ സീരിയസ്? ഐ തിങ്ക് സോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്.
എന്താ മോന്റെ പേര്? ബൈജു. ഓ, നല്ല പേരാണല്ലോ. എന്താ മോന്റെ അസുഖം? അമ്മ പറയുന്നു എനിക്ക് ശ്വാസം മുട്ടൽ വരുന്നത് എന്തോ സുഖേടാണെന്ന്. ഏയ്, മോനൊരു സുഖക്കേടുമില്ല. നേരാ ഡോക്ടർ, ഈ അമ്മ വെറുതെ കള്ളം പറയുന്നതാ. ഏതായാലും നമുക്കൊരു എക്സ്റേ എടുക്കാം, രക്തവും പരിശോധിക്കാം. എന്തു പറയുന്നു? അതൊക്കെ വേണോ ഡോക്ടർ? അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ. എന്താ? ഓ, ഞാൻ റെഡി. നോക്കുന്നു മോനെ. ഏയ്, സാരമില്ല, തീർന്നു. കൗണ്ട് എങ്ങനെ ഇരിക്കുന്നു? ഹൈ കൗണ്ടാണ്. കറക്റ്റ് ഡോക്ടർ. ഇത് കണ്ടോ മോഹൻ, ഇവിടെ ശ്രദ്ധിക്കണം. ഇതും അങ്ങനെ തന്നെ. എന്റെ ബൈജുമോനെ രക്ഷിച്ചു തരുമോ ഡോക്ടർ? രക്ഷിച്ചു തരണമെന്ന് നമുക്ക് ഒരുമിച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഡോക്ടർ, ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതുടനെ ചെയ്യാൻ പറ്റില്ല. 2 ആഴ്ച ഇവിടെ താമസിച്ച് ചില ചികിത്സകളൊക്കെ ചെയ്യേണ്ടി വരും. ഇനി എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുമെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നും പറഞ്ഞയച്ചത്. ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഞാൻ ചെയ്യാം. കമാൺ മോഹൻ. എന്തോന്ന് മതയാരോ അതോ ഭദ്രകാളിയോ? ആരാണെന്ന് അറിയണോ നിനക്ക്? വേണ്ടാത്തടത്തെല്ലാം കയറി പിടിച്ച് ശ്വാസം മുട്ടിച്ചേച്ച് പറയുന്നത് കേട്ടില്ലേ? ഇങ്ങോട്ട് വേഗം കയറി വാ.